ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മളെ പിരികം എങ്ങനെ നമുക്ക് തിക്കായിട്ടും ഫാസ്റ്റ് ആയിട്ടും വളർത്തിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളെ പിരികം ഒട്ടും കട്ടിയില്ല അല്ലെങ്കിൽ പിരികത്തിന് പീലിയൊക്കെ കൊഴിഞ്ഞു പോകുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന മെത്തേഡൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളെ പിരികം നല്ല തിക്കായിട്ടും ഫാസ്റ്റായിട്ടും നല്ല കറുപ്പോട് കൂടിയും വളരുന്നതായിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നോടിയായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഓപ്ഷൻ ഉണ്ട്. ബെല്ലൈക്കൺ എടുക്കുമ്പോഴത്തേക്കും 3 ഓപ്ഷനാണ് കാണിക്കുന്നത്. അതിൽ ഓൺ ഓപ്ഷൻ വേണം നിങ്ങൾ എനേബിൾ ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റത്തുള്ളൂ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഐബ്രോസ് മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. എന്തിനാണ് ഐബ്രോസ് മസാജ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ മസാജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ കൂടി പെട്ടെന്ന് തന്നെ പുതിയ പുതിയ ഹെയർസ് ഒക്കെ വരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഞാനിവിടെ മസാജ് ചെയ്യാനായിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിരുന്നത്. ഇപ്പം നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ എടുക്കാം, ഒലിവ് ഓയിൽ എടുക്കാം. ഇതും ഇല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ എടുക്കാവുന്നതാണ്. കാസ്റ്റർ ഓയിൽ എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത്. കാസ്റ്റർ ഓയിൽ യൂസ് ചെയ്ത് മസാജ് ചെയ്ത് കഴിയുമ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ ഈ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണയാക്കിയിട്ട് അതിങ്ങനെ വാം ചെയ്തതിന് ശേഷം നമുക്ക് പുരുകത്തിൽ ഇങ്ങനെ വെച്ച് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യാവുന്നതാണ്. മസാജ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഹെയർ ഓയിലൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് എണ്ണ എടുത്തിട്ട് നമ്മൾ പുരുകത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പാണ് ഐബ്രോസ് എക്സ്ഫോളിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം നിങ്ങൾ ചിന്തിക്കും ഈ ഐബ്രോസ് എക്സ്ഫോളിയേറ്റ് ചെയ്യുമോ എന്നുള്ളത്. ഉറപ്പായും എക്സ്ഫോളിയേറ്റ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണം വെച്ചാൽ നമ്മളെ പിരികത്തിൻ്റെ ആ ഒരു സൈഡിൽ എന്തെങ്കിലും ഡെഡ് സെൽസ് ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകത്തില്ല. അപ്പോൾ അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരുന്ന കുറച്ച് പയറുപൊടിയാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് മാത്രം കറ്റാർവാഴ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ഉലുവാപ്പൊടിയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയൊക്കെ എടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പിരികത്തിൻ്റെ ആ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്ക്രബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളെ പിരികത്തിൻ്റെ ആ ഒരു ഭാഗത്തുള്ള ഡെഡ് സെൽസ് റിമൂവ് ആകാനും ഇനി എന്തെങ്കിലും കാരണം വെച്ചാൽ നമ്മളെ പിരികത്തിൻ്റെ ആ ഒരു ഹെയർ ഗ്രോത്ത് ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കാനും ഈ ഒരു സ്ക്രബിങ് കൊണ്ട് നമുക്ക് പറ്റുന്നതാണ്. നമ്മളെപ്പോഴും നമ്മളെ ഫേസ് മാത്രമാണ് സ്ക്രബ് ചെയ്യുന്നത്. നമ്മുടെ പിരികത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഹെയർ ഗ്രോത്ത് ബ്ലോക്ക് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് റീഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ക്രബിങ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഡെയിലി ചെയ്യണമെന്നൊന്നുമില്ല. ആഴ്ചയിൽ 1-2 തവണ മാത്രം ചെയ്താൽ മതി. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുമ്പോൾ പ്രസ് ചെയ്ത് മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഹെയർ ഗ്രോത്ത് ഉണ്ടാകും. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഐബ്രോ സിറം ആണ്. അതിനായിട്ട് ഞാനൊരു സവാള എടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് സവാള ഇല്ലെങ്കിൽ കുഞ്ഞുള്ളി എടുക്കാം കേട്ടോ. അതാണ് ഇത്തിരി കൂടെ എഫക്റ്റീവായിട്ട് എനിക്ക് കിട്ടുന്നത്. പക്ഷേ എനിക്ക് അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ സവാള എടുത്തത്. സവാളയും നല്ലതൊക്കെ തന്നെയാണ്. എന്നിട്ട് സവാള എടുത്തിട്ട് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം സവാളയുടെ ഒരു പകുതിയാണ് എടുത്തത്. അത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കുറച്ച് നേരം അതവിടെ വെച്ച്, ഇല്ലെങ്കിൽ നമ്മൾ ഉടൻ തന്നെ അത് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളെ കണ്ണ് നീറാനുള്ള ചാൻസ് കാണും. അതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് അത് അടച്ചു വെച്ചതിന് ശേഷം മാത്രമാണ് ആ ഒരു സവാളയുടെ നീര് ഞാൻ എടുത്തത്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു വിറ്റാമിൻ ഇ ടാബ്ലറ്റ് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അലോവേര ജെല്ലും കൂടെ കുറച്ച് മാത്രം അലോവേര ജെൽ ആഡ് ചെയ്തിട്ട് ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഐബ്രോസിൽ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നും മസാജ് ഒന്നും തന്നെ നമ്മൾ ചെയ്യുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അത് മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. നമ്മളെ 2 പിരികത്തിലും ഈ ഒരു സിറം നന്നായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. യൂസ്ഫുള്ളായി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അപ്പോൾ നമുക്കിനി മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയിൽ കാണും വരെ ബൈ.